സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും സുമതി വളവാണ്. അടുത്തിടെ ഇറങ്ങിയ സുമതി വളവ് എന്ന ചിത്രത്തിന് മറ്റൊരു സിനിമയ്ക്കും കിട്ടാത്ത പ്രമോഷനും ഹൈപ്പും കൊടുക്കുന്നത് എന്തിനെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടായതെന്നും സുമതി വളവ് എന്നൊരു സ്ഥലം ഉണ്ടെന്നുമാണ് അന്വേഷണങ്ങളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ പണ്ട് നടന്ന ഒരു സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സുമതി വളവ് എന്ന സിനിമ രചിച്ചതെന്നാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമ കലാസൃഷ്ടി ആയതുകൊണ്ട് കാണികൾ തീരുമാനിക്കട്ടെ സിനിമയെക്കുറിച്ച്. വ്യക്തിപരമായി സുമതി വളവ് എന്ന ചിത്രത്തെ പുകഴ്ത്താനും ഇകഴ്ത്താനും താല്പര്യമില്ലാത്തതിനാൽ സിനിമയെക്കുറിച്ചും അണിയറ പ്രവർത്തകരെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ചോ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യത്തിലേക്ക് വരാം. സംഗതി സുമതി വളവാണ് വിഷയം. എന്തുകൊണ്ടാണ് ആ പ്രദേശം സുമതി വളവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ ആ പ്രദേശം ശരിക്കും പ്രേതബാധയുള്ള സ്ഥലമാണോ? ആണെങ്കിൽ അവിടം എങ്ങനെ അങ്ങനെയായി? ആരാണ് ഈ സുമതി? കാമുകന്റെ ചതിയിൽ ജീവൻ പൊലിഞ്ഞ ഒരു പെൺകുട്ടിയാണ് പിൽക്കാലത്ത് ആരെയും പേടിപ്പിക്കുന്ന സുമതിയായി പരിണമിച്ചതത്രേ. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തുള്ള മയിലുമൂട് എന്ന മലയോര ഗ്രാമത്തിലെ പ്രമാണിയായ ഒരാളുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു സുമതി എന്നാണ് കാലങ്ങളായി പാറിപ്പറന്ന് നടക്കുന്ന കഥകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. സുമതി അതിസുന്ദരിയായിരുന്നു. ഒട്ടുമിക്ക പുരുഷന്മാരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീ സങ്കല്പങ്ങളെല്ലാം സുമതിക്കുമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇനി ആ സങ്കല്പങ്ങൾ എന്താണെന്നാണെങ്കിൽ, വെളുത്ത വടിവൊത്ത ശരീരം, ഒത്ത പൊക്കം, കണങ്കാല് വരെ നീണ്ടു കിടക്കുന്ന മുടി, കരിനീല കണ്ണുകൾ. സുമതിയിൽ ആകൃഷ്ടനായ പ്രമാണിയുടെ മകൻ ചെറുപ്രായക്കാരിയായ അവളെ പ്രണയം നടിച്ച് വശത്താക്കി. 19-20 വയസ്സ് മാത്രം പ്രായമുള്ള സുമതിക്ക് പ്രണയത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കാനായില്ല. പ്രമാണിയുടെ മകൻ കാണിച്ച കാപട്യം അവൾ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. അവൾ അവളുടെ മനസ്സ് മാത്രമല്ല ശരീരവും അയാൾക്ക് സമർപ്പിച്ചു. സ്നേഹവും പ്രണയവും കൈവിട്ടു പോയതോടെ പ്രമാണിയുടെ മകൻ്റെ ചതിയുടെ ഒരംശം സുമതിയുടെ ഉദരത്തിൽ നാം വിട്ടു. അപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല താൻ ചതിക്കപ്പെടുകയാണെന്ന്. മനസ്സും ശരീരവും താൻ സ്നേഹിക്കുന്ന പുരുഷന് മുന്നിൽ സമർപ്പിച്ച സുമതി ഉദരത്തിലുള്ള കുഞ്ഞു ജീവനെയും സ്നേഹിച്ചു കാണും. വീട്ടുവേലക്കാരിയാണെങ്കിലും അച്ഛനും അമ്മയും കുഞ്ഞുമൊത്തുള്ള ജീവിതം ആ പാവവും സ്വപ്നം കണ്ടിരിക്കും. പിന്നീട് എപ്പോഴാണ് അയാൾ തന്നെ ചതിക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക? തൻ്റെ വയറ്റിൽ കൊച്ചുമുതലാളി രത്നാകരൻ്റെ ജീവൻ തുടിക്കുന്നുണ്ടെന്ന വാർത്ത അവൾ തന്നെയായിരിക്കും അയാളോട് പറഞ്ഞിട്ടുണ്ടാവുക. ആ വാർത്ത കേൾക്കുന്ന തൻ്റെ പങ്കാളി തന്നെ ചേർത്തു പിടിക്കുമെന്നും സ്നേഹം കൊണ്ട് വാരി പുണരുമെന്നും എല്ലാ കാമുകിമാരെ പോലെ സുമതിയും കരുതിയിരിക്കും. പക്ഷെ സുമതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ രത്നാകരൻ്റെ മനസ്സ് മാറി. എന്നാൽ സുമതി വിവാഹം കഴിക്കണമെന്ന നിർബന്ധവും ആരംഭിച്ചു. സുമതിയുടെ ആവശ്യം കൂടിക്കൂടി വന്നപ്പോൾ അവളെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് രത്നാകരൻ പദ്ധതിയിട്ടത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്ന സമയമാണ്. ഉത്സവം കാണിക്കാനായി രത്നാകരൻ തൻ്റെ അംബാസഡർ കാറിൽ സുമതിയെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാണ് അവളെ കൂട്ടി ഇറങ്ങിയതെന്നും പറയപ്പെടുന്നു. കാർ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി. എന്നാൽ കാർ പാങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പകരം നേരെ പാലോടേക്ക് തിരിഞ്ഞു. മയിലമ്മൂട് പാലത്തിന് സമീപം വനാതിർത്തിയിലെത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് ഇതിലെ കുറുക്കുവഴിയുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു. അത് വിശ്വസിച്ച സുമതി അവർക്കൊപ്പം നടന്നു. സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരൻ്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ആ കൊടുങ്കാട്ടിൽ അവളുടെ നിലവിളി ആരും കേട്ടില്ല. അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ച് രത്നാകരനും കൂട്ടുകാരനും നടന്നു. പിന്നെ നടന്നത് കൊടും ക്രൂരതയായിരുന്നു. രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു. വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ കൊല്ലരുതെന്നും എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളൂ എന്നും ഒരിക്കലും തിരിച്ചു വരില്ലെന്നും അവൾ കരഞ്ഞു പറഞ്ഞത്രേ. പക്ഷെ കഴുത്തിൽ കത്തി താഴ്ന്നു. ചീറ്റിയൊഴുകിയ രക്തം കണ്ട് ഇരുവരും ഞെട്ടി. കഴുത്ത് അറ്റുമാറാറായ നിലയിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓടി. കാട്ടിനുള്ളിൽ ഏതോ മരത്തിൽ ചാരിവെച്ച നിലയിലാണ് ഈറ്റ വെട്ടാനെത്തിയ ആദിവാസികൾ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം കാണുന്നത്.
അന്നു മുതലാണ് അവിടം സുമതിയെ കൊന്ന വളവാകുന്നത്. അങ്ങനെ പിന്നീട് സുമതിയെ കൊന്ന വളവ് ലോപിച്ച് സുമതി വളവായി. ഇപ്പോഴതൊരു സിനിമയായി പ്രേക്ഷകരിലേക്കും എത്തി. സുമതി വളവും സുമതിയും രത്നാകരനുമെല്ലാം പ്രണയത്തിൻ്റെയും പ്രണയപ്പകയുടെയും അടയാളമായി വരും തലമുറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും. ലോകത്ത് പ്രണയമുള്ളിടത്തോളം കാലം പ്രണയം പറഞ്ഞ് ചതിക്കുന്നവരുമുണ്ടാകും.